നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലശ്ശേരി കൊടുവള്ളി മണക്ക ദ്വീപ് പ്രദേശത്ത് കരയിടിച്ചിൽ രൂക്ഷം, ജനങ്ങൾ ആശങ്കയിൽ. ചൊക്ലി പള്ളിക്കുനിയിൽ MDMAയും കഞ്ചാവുമായി 3 യുവാക്കൾ പിടിയിൽ. പിടിയിലായത് അഴിയൂർ, ചൊക്ലി, ന്യൂമാഹി സ്വദേശികൾ. വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സുഭിക്ഷ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത് പെരിങ്ങത്തൂരിലും തലശ്ശേരിയിലുമുള്ള സുഭിക്ഷ ഹോട്ടലുകൾ. ഇന്ത്യൻ കോഫി ഹൌസിന്റെ തലശ്ശേരിയിലെ 3ാമത്തെ ശാഖ ജില്ലാ കോടതിയുടെ പുതിയ കെട്ടിടത്തിൽ വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. തീരദേശ മേഖലയായ തലശ്ശേരി കൊടുവള്ളി മണക്ക ദ്വീപ് പ്രദേശത്ത് കരയിടിച്ചിൽ രൂക്ഷമായതോടെ ജനങ്ങൾ ആശങ്കയിൽ. കടലിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഇവിടെ കടൽഭിത്തി ഉണ്ടെങ്കിലും പലയിടത്തും തകർന്നിരിക്കുന്നതും കരയിടിച്ചിൽ രൂക്ഷമാകാൻ കാരണമാവുകയാണ്. കടലിൽ നിന്നും ഏകദേശം 20 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് തലശ്ശേരി കൊടുവള്ളി മണക്ക ദ്വീപ്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം. എന്നാൽ ഇവിടെ കരയിടിച്ചിൽ രൂക്ഷമായിരിക്കുകയാണ്. ശക്തമായ തിരമാല തീരത്തേക്ക് അടിച്ചു കയറി മരങ്ങളും മണ്ണും ഉൾപ്പെടെ കടലിലേക്ക് പതിച്ചു. ഇവിടെ കടൽഭിത്തി ഉണ്ടെങ്കിലും ഇത് വർഷങ്ങളോളം പഴക്കം ചെന്നതും ശക്തമായ തിരമാലകളെ തടയാൻ കഴിയാത്തതുമാണ്. മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി വീടുകൾക്കും ഇത് അപകട ഭീഷണിയായിരിക്കുകയാണ്. തീരദേശ പരിപാലന നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപാണ് ഇവിടെയുള്ള മിക്ക വീടുകളും നിർമ്മിച്ചതും. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ കരഭാഗം കൂടുതൽ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഏറെയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. തലശ്ശേരി നഗരസഭയിലെ 52ാം വാർഡാണിത്. റെസ്റ്റ് ഹൗസിൻ്റെ പരിസരത്തുള്ള റെസ്റ്റ് ഹൗസ് ഉൾപ്പെടുന്ന വാർഡാണ്. ഇവിടുത്തെ വാർഡ് കൗൺസിലർ നമ്മുടെ ഫിൻഷാദാണ്. ഫിൻഷാദ് നിങ്ങളീ കണ്ട സംഭവം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പം അദ്ദേഹം വേണ്ട പരിഹാരങ്ങൾ കാണാം, അധികൃതരുമായി സംസാരിക്കാമെന്നൊക്കെ ഉറപ്പ് വന്നിട്ട് നമുക്ക്. എന്തായാലും ഇതിന് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു 50 വർഷമൊക്കെ പഴക്കമുണ്ട് അത്ര ഇപ്പോൾ ഇവിടെ കെട്ടി ഉയർത്തിയിട്ടുള്ള ഈ ഒരു സംരക്ഷണ മതിലിന്. അതിപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും ഈ കാലവർഷത്തിൻ്റെ ശക്തിയിൽ താഴ്ന്ന് ഇപ്പോൾ കടലിന് ലെവലായിട്ട് തന്നെയാണ്, ഞങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് ഇവിടെ വളരെ ഹൈറ്റുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് ഇനിയും കൂടുതൽ വിസ്തൃതിയിൽ ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ മണ്ണിടിഞ്ഞ് വളരെ ഭീകരമായൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് വളരെ ഉയർന്ന ഒരു പ്രദേശമാണ്. കടലിലെ ജലനിരപ്പും നമ്മുടെ ഈ ഭൂമിയുടെ സമതലവും വളരെ ഉയരത്തിൽ അങ്ങനെ ഡിസ്റ്റൻസിൽ നിൽക്കുക. ഏകദേശം ഒരു 15 അടിയോളം ഉയരത്തിലാണെന്നാണ് ഏകദേശ കണക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്തുള്ള വീടുകൾ, ഈ നമ്മുടെ തീരദേശ സംരക്ഷണ നിയമമൊക്കെ വരുന്നതിന് മുന്നേ വന്ന വീടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ പരിസരത്ത്. അപ്പോൾ അത്തരം വീടുകൾക്കൊക്കെ വലിയൊരു ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത്. മേഖലയിൽ കടൽഭിത്തി നിർമ്മിക്കുന്നതിനൊപ്പം കരയിടിച്ചിൽ തടയാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ചൊക്ലി പള്ളിക്കുനിയിൽ 2.68 ഗ്രാം MDMAയും 62.99 ഗ്രാം കഞ്ചാവുമായി 3 യുവാക്കൾ പിടിയിൽ. അഴിയൂർ സ്വദേശി K വിപിൻ, ചൊക്ലി ആണ്ടിപ്പിടികയിലെ CS സമീർ, ന്യൂമാഹി സ്വദേശി കമറുദ്ദീൻ NKM എന്നിവരെയാണ് ചൊക്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ ചൊക്ലി CI KV മഹേഷിന്റെ നേതൃത്വത്തിൽ പള്ളിക്കുനി ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്കിടെ MDMAയും കഞ്ചാവുമായി 3 യുവാക്കളെ പിടികൂടി. മേക്കുന്നിൽ നിന്നും മോന്താൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന PY03A0743 വെള്ള ആൾട്ടോ കാർ പോലീസ് പരിശോധിക്കവെയാണ് ഡാഷ്ബോർഡിൽ കവറിലാക്കി സൂക്ഷിച്ച 2.68 ഗ്രാം MDMAയും 62.99 ഗ്രാം കഞ്ചാവും കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അഴിയൂർ സ്വദേശി K വിപിൻ, ചൊക്ലി ആണ്ടിപ്പീടികയിലെ CS സമീർ, ന്യൂമാഹി സ്വദേശി കമറുദ്ദീൻ എന്നിവരെയാണ് ചൊക്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SI K സജിത്, പോലീസ് ഉദ്യോഗസ്ഥരായ പ്രജിത്ത്, നൌഫൽ, ശ്രീജിത്ത് തുടങ്ങിയവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഭക്ഷ്യവകുപ്പ് വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സുഭിക്ഷ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പെരിങ്ങത്തൂരിലും തലശ്ശേരിയിലുമുള്ള സുഭിക്ഷ ഹോട്ടലുകളാണ് ഏത് സമയവും അടച്ചുപൂട്ടുമെന്ന അവസ്ഥ നേരിടുന്നത്.
കഴിഞ്ഞ ഡിസംബർ മുതൽ അരിക്ക് സബ്സിഡി ഒന്നും തന്നെ ലഭിക്കാത്തതാണ് സുഭിക്ഷയ്ക്ക് വിനയായത്. ഭക്ഷ്യവകുപ്പ് അനുകൂല സമീപനം സ്വീകരിക്കുമ്പോഴും ധനവകുപ്പ് ഉടക്കുവയ്ക്കുന്നതാണ് സാധാരണക്കാർക്ക് ഏറെ ആശ്രയിക്കുന്ന സുഭിക്ഷയ്ക്ക് താഴെ വീഴാൻ കാരണമെന്ന ആക്ഷേപം ശക്തമാണ്. വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണൂർ ജില്ലയിൽ സുഭിക്ഷ ഹോട്ടലുകൾ ആരംഭിച്ചത്. ആദ്യം പെരിങ്ങത്തൂരിലും പിന്നീട് കണ്ണൂരിലും ഒടുവിലായി തലശ്ശേരിയിലുമാണ് സുഭിക്ഷ ആരംഭിച്ചത്. ഭക്ഷ്യമന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്ത ഹോട്ടലുകളിൽ ദിനംപ്രതി 500ഓളം പേരാണ് ഭക്ഷണം കഴിക്കാനായി എത്തുന്നത്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് ഏറെ ആശ്വാസകരമാണ് സുഭിക്ഷ ഹോട്ടലെന്ന് ഭക്ഷണം കഴിക്കാനെത്തുന്നവർ ഏകസ്വരത്തിൽ പറയുന്നു. എത്രയോ ഭേദമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ പൊരിച്ച മീൻ കഴിക്കുന്നത് നല്ല വേദനയാണ്. പിന്നെ ബാക്കിയെല്ലാവരും 30 പിന്നെ ഇവിടെ നമ്മൾ 20 നല്ല ഇതാണ്. പിന്നെ സാധാരണക്കാർക്ക് നല്ലൊരു ഇതാണ് വരിക. സാധാരണക്കാർക്കെല്ലാം കയറി പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. നല്ല നീറ്റാണ്, ചെറിയൊരു പൈസയാണ്. തലശ്ശേരിയിലെ ഏക ഒരു സ്ഥാപനമായിരുന്നു 20 കിട്ടുന്ന ഒരു ഭക്ഷണം. മീനിൻ്റെ അപ്പുറം 30 റുപ്യാണ്. തിരുവങ്ങാട് അമ്പലത്തിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ അധിക സമയം ഇതിനെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഇവിടെ കയറാറ്. നല്ല വൃത്തിയിലെ നീറ്റിൻ്റെ ഭക്ഷണം. നാട്ടുകാരുടെ വിശപ്പകറ്റുന്നുണ്ടെങ്കിലും സുഭിക്ഷ ഹോട്ടലുകൾ സർക്കാർ കനിയാത്തതിനാൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഹോട്ടൽ ഒന്നിന് മാസം 6 കിൻഡൽ അരിയാണ് കിലോയ്ക്ക് 10.9 രൂപ നിരക്കിൽ നൽകിയിരുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിന് ശേഷം സപ്ലൈകോയിൽ നിന്ന് അരി ലഭിക്കുന്നുമില്ല. സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ നിന്ന് റേഷൻ കൊടുക്കാനുള്ള ഉത്തരവ് കിട്ടിയിട്ടില്ലെന്നാണ് ജില്ലാ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഹോട്ടലുകൾ നിലനിർത്തി പോകേണ്ടതിനാൽ കിലോവിന് 41 രൂപയ്ക്കുള്ള അരി പൊതുവിപണിയിൽ നിന്ന് വാങ്ങിയാണ് 20 രൂപയ്ക്ക് ഊൺ സുഭിക്ഷയിൽ വിൽക്കുന്നതെന്നും ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാനാകുമെന്നും ഹോട്ടൽ ഭാരവാഹികളും ചോദിക്കുന്നു. നമ്മുടെ ഇതിൻ്റെ തുടക്കം മുതലേ നമുക്ക് സർക്കാർ തന്ന സിവിൽ സപ്ലൈസ് തന്ന സബ്സിഡി, അരിൻ്റെ സബ്സിഡിയും മറ്റ് സാധനങ്ങളുടെ സബ്സിഡിയെല്ലാം സർക്കാർ ഇപ്പം നിർത്തലാക്കിയിട്ടാണ്. അപ്പോൾ ആ സമയം അതുകൊണ്ട് തന്നെ നമുക്ക് 20 റുപ്യ ചോറ് വെച്ച് കൊടുക്കാൻ നമ്മളിപ്പോൾ 45 റുപ്യ വിലയുള്ള അരി, നൂർജഹാൻ എന്നെല്ലാം പറയുന്ന അരിയാണ് വാങ്ങിച്ചിട്ട് ഇപ്പം ഭക്ഷണം വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ 5-8 തൊഴിലാളികളെ വെച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര പ്രയാസമുണ്ട്. അതൊന്ന് കൂട്ടേണ്ട അവസ്ഥയിൽ തന്നെ വരും. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സർക്കാർ സിവിൽ സപ്ലൈസ് ഈ നമുക്ക് നേരത്തെ തന്ന ആ സബ്സിഡി ഇതിലെ റേറ്റിലുള്ള സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. എന്താ വെച്ചാൽ 10-400ഓളം ഉച്ചക്കത്തെ ഭക്ഷണത്തിന് 10-400ഓളം ആൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഇത്. എല്ലാവർക്കും വലിയൊരു ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഈ സബ്സിഡി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജനകീയ ഹോട്ടലുകൾക്ക് ഊൺവില 30 രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ സുഭിക്ഷ ഹോട്ടലുകൾക്ക് വില വർദ്ധിപ്പിക്കാനോ കരാർ പുതുക്കാനോ സർക്കാർ അനുവദിക്കുന്നുമില്ല. കെട്ടിട വാടക, വെള്ളം, വൈദ്യുതി ബില്ല് എന്നിവയ്ക്കും ഒരിളവും സർക്കാർ നൽകുന്നില്ല. അരിക്ക് പുറമെ പച്ചക്കറി, പാചകവാതകം, മീൻ, ഇറച്ചി വിലവർധനയും സുഭിക്ഷയ്ക്ക് ഇരട്ട പ്രഹരമായി. ഇതോടെ തുച്ഛമായ ലാഭത്തിലാണ് പല സുഭിക്ഷ ഹോട്ടലുകളുടെയും പ്രവർത്തനം. ശമ്പളമില്ലാതെ പണിയെടുക്കുന്നവരുമുണ്ട് ഈ കൂട്ടത്തിൽ. ഭക്ഷ്യവകുപ്പ് അനുകൂല നിലപാടാണെങ്കിലും ധനവകുപ്പിന്റെ ഉടക്കാണ് സുഭിക്ഷയ്ക്ക് വിലങ്ങുതടിയാകുന്നതെന്ന ആക്ഷേപം. ഫലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ സുഭിക്ഷ ഹോട്ടലുകൾ പൂട്ടുന്നത് സർക്കാരിനെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പന്ന്യന്നൂർ ഗവൺമെന്റ് ITIയിലേക്കുള്ള റോഡ് ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. 45 ലക്ഷം ഉപയോഗിച്ചാണ് റോഡ് പണിതത്. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T. സരള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ 30 ലക്ഷവും പന്ന്യന്നൂർ പഞ്ചായത്തിന്റെ 10 ലക്ഷവും പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷവും ഉൾപ്പെടെ 45 ലക്ഷം രൂപ വകയിരുത്തിയാണ് പനക്കാട്ടുമുക്ക് ITI റോഡ് പണിതത്. കുത്തനെയുള്ള കയറ്റമായതിനാൽ റോഡ് പണി ഏറെ വെല്ലുവിളി ഉയർത്തിയിരുന്നു. റോഡിന്റെ ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്തും ഓവുചാൽ നിർമ്മിച്ചുമാണ് റോഡ് പണിതത്. നിലവിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലാണ് പന്ന്യന്നൂർ ITI പ്രവർത്തിക്കുന്നത്. ഒറ്റ ദിവസത്തെ ജനകീയ ഫണ്ട് ശേഖരണത്തിലൂടെ 45 ലക്ഷം സ്വരൂപിച്ചാണ് പന്ന്യന്നൂരിൽ സ്ഥലം കണ്ടെത്തിയത്. കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഊരാളുങ്കൽ സൊസൈറ്റി നടത്തി വരികയാണ്. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T. സരള ഉദ്ഘാടനം ചെയ്തു.
അതുപോലെ തന്നെ ഓരോ വികസനം വരുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചെറുപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യ നാട്ടിൽ തന്നെ ചെറുക്കല് ഒരുവിധം വികസനം ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. എന്നാലും ഒരു റോഡിൽ ഒന്ന് വീതി കൂട്ടണം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ വീട്ടുകാർ ഒരു ഇഞ്ച് സ്ഥലം വിട്ടുതരില്ല. റോഡ് ഒന്ന് വീതി കൂട്ടാൻ ചോദിച്ചാൽ. പക്ഷെ അവരോട് നിരന്തരം സംസാരിച്ചും മറ്റൊക്കെ നമ്മൾ അതിൻ്റെ വീതി കൂട്ടി അത് കാണുമ്പോൾ പിന്നെ പറയും ഇത് കാണുമ്പോൾ ഇത് ഇന്ത്യയിലുള്ള സ്ഥലമാണെന്ന് തോന്നില്ല, യൂറോപ്പിലുള്ള സ്ഥലം പോലെ തോന്നുന്നുണ്ടെന്ന് പറയും. അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടി ആ ഒരു റോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രദേശത്തുള്ള ജനപ്രതിനിധികളും ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ചില സമയം സഹകരിച്ചെന്ന് വരില്ല. പക്ഷേ നമുക്ക് റോഡ് അത്യാവശ്യമാണ്. വികസനത്തിൻ്റെ എന്ന് പറയുന്നത് വികസനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് റോഡ് തന്നെയാണ്. ഇപ്പോൾ റോഡ് വന്നോ അല്ല, അപ്പോൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. മറ്റേ എല്ലാ മെമ്പർമാർക്കും എല്ലാം നമ്മളെ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തി പോകേണ്ടതാണ്. അപ്പോൾ റോഡില്ല എന്നുള്ളത്. പക്ഷെ ഞാനും ഈ ജില്ലാ പഞ്ചായത്ത് റോഡില്ലാതെ ഞങ്ങളൊക്കെ എന്ത് കാണിച്ചു കൊടുക്കുന്നുള്ളതാണ് നമ്മളിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാറ്. ഏതായാലും ഇങ്ങനെ ഈ സ്ഥലത്ത് വന്ന് നിങ്ങളൊക്കെ കാണാൻ സാധിച്ച വളരെയധികം സന്തോഷമുണ്ട്. പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണിലാൽ അധ്യക്ഷനായി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ, VM ബാബു, പന്നന്നൂർ ITI പ്രിൻസിപ്പൽ ചിന്ത മാത്യു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P സന്തോഷ്, PP സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം E വിജയൻ മാസ്റ്റർ സ്വാഗതവും വാർഡംഗം P മഞ്ജുഷ നന്ദിയും പറഞ്ഞു. MC സതീശനാണ് കരാർ ഏറ്റെടുത്ത് പ്രവൃത്തി പൂർത്തീകരിച്ചത്. അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതി തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി വാരാചരണം സംഘടിപ്പിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി തലശ്ശേരിയിൽ ഫലവൃക്ഷത്തൈ നട്ടു. ഐപ്സോ സംസ്ഥാന സമിതി അംഗം A പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഇന്ന് മാറി. കാരണം അത് നേരത്തെ കേവലം പരിസ്ഥിതിവാദികളുടെ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ ആ പരിസ്ഥിതിവാദികളുടെ പ്രസ്ഥാനത്തിനപ്പുറത്തേക്ക് ലോകത്താകെ പാരിസ്ഥിതിക വിഷയം സാമ്രാജ്യത്തിനും മുതലാളിത്തത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ആവാസ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ധാരാളം കാര്യങ്ങളാണ് ലോകത്തും ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ധാരാളം ഉച്ചകോടികൾ ലോകത്താകെ നടക്കുകയും അവസാനം പാരീസ് ഉടമ്പടിയോടുകൂടി ഒരു ക്യോട്ടോ പ്രോട്ടോക്കോൾ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണത്തിന് ഐക്യരാഷ്ട്രസഭ തന്നെ മുൻകൈയെടുത്തുകൊണ്ടും ലോകരാജ്യങ്ങൾ മുൻകൈയെടുത്തുകൊണ്ടും ധാരാളം സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചില രാജ്യങ്ങളിൽ വനങ്ങൾ തന്നെ പുതുതായി ഉണ്ടാക്കുകയും ചൈനയെപ്പോലുള്ള രാജ്യങ്ങളിലൊക്കെ പൂർണ്ണമായും കാർബൺ പുറത്തേക്ക് വിടുന്ന ധാരാളം ആധുനിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ ചുരുക്കിക്കൊണ്ടുവരികയും വാഹനങ്ങൾ തന്നെ പൂർണ്ണമായും ഇലക്ട്രോണിക് വാഹനങ്ങളാക്കി മാറ്റുകയും ചെയ്ത രാജ്യങ്ങളാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. മുനിസിപ്പൽ കൗൺസിലർ K ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A വത്സൻ സ്വാഗതം പറഞ്ഞു. M ബാലൻ, കാരായി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് KM ശ്രീശൻ, P സന്തോഷ്, VP സജീവൻ, K വിജയൻ, VP റാണി എന്നിവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom ഫിനാൻസ്, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ്. ന്യൂലി ആഡഡ് കോഴ്സസ്: BCA, BCom ലോജിസ്റ്റിക്സ്. ആഡ്-ഓൺ കോഴ്സസ്: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala.
കുണ്ടൂർമല, വെസ്റ്റ് പൊന്നിയം, തലശ്ശേരി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ആശംസകളോടെ കരാത്തെ സ്കൂൾ പാറാൽ, കരാത്തെ സ്കൂൾ കവിയൂർ, കരാത്തെ സ്കൂൾ കോടിയേരി, കരാത്തെ സ്കൂൾ ചൊക്ലി, കരാത്തെ സ്കൂൾ കരിയാട്, കരാത്തെ സ്കൂൾ അരയാക്കൂൽ, കരാത്തെ സ്കൂൾ മാഹി, കരാത്തെ സ്കൂൾ മുഴക്കുന്ന്. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് നമ്പർ 9447264122. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. മറ്റ് വാർത്തകളിലേക്ക്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8ാം വാർഡ് ചുങ്കത്ത് നിർമ്മിച്ച അംഗനവാടി കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു.
അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി നിർവഹിച്ചു. അംഗൻവാടി വളരെ മനോഹരമായ ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലേക്കാണ് നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ അയക്കാൻ പഠിച്ചുകൊണ്ട് അൺഎയ്ഡഡ് മേഖലയിലേക്ക് അയക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അംഗൻവാടിയിലേക്ക് അയക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ നോക്കുന്നത് അതുപോലെയാണ് നമ്മുടെ അംഗൻവാടിയിൽ കുഞ്ഞിനെ ലാളിക്കുന്നത്. അവിടെ വന്നാൽ കുഞ്ഞുങ്ങൾക്ക് പാട്ടുപാടി കൊടുക്കുന്നു, അവർക്ക് കളിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു, അവർക്ക് ഉറക്കം വരുമ്പോൾ ഉറക്കുന്നു, അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ടാകുന്നു. അതായത് നമ്മുടെ കുഞ്ഞു മക്കള് മാനസികമായി വളരെ സന്തോഷത്തോടു കൂടി വളരേണ്ടുന്ന ആ ഒരു കാലത്ത് ആ സന്തോഷവും എല്ലാ ആനന്ദവും അനുഭവിച്ചുകൊണ്ട് അവർ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ഇതല്ല നമ്മൾ നേരത്തെ പറഞ്ഞ മേഖലയിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ. അവിടെ നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കളെ രാവിലെ പറഞ്ഞേക്കുമ്പോൾ കുഞ്ഞിനെ പുലർച്ചെ തന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. അങ്ങനെ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ ഷൂവും ടൈയും കോട്ടും ഒക്കെ ഇട്ട് ഒരു ഭണ്ഡാരം കുഞ്ഞിന്റെ പുറത്ത് കയറ്റി നമ്മൾ വിടുകയാണ്. അങ്ങനെ വിട്ട് അവിടുന്ന് നിങ്ങളെ ഈ അംഗൻവാടിയിലെ ഹെൽപ്പറും വർക്കറും എങ്ങനെയാണോ ഓമനിക്കുന്ന ആ ഓമനകളും ലാലനകളും ഒന്നും നമ്മുടെ കുട്ടികൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ അധ്യക്ഷയായി. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി TK ജസിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P വിജു, ക്ഷേമകാര്യ ചെയർമാൻ K ഷാജി, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ ചെയർപേഴ്സൺ Dr. RL സംഗീത, വികസനകാര്യ ചെയർപേഴ്സൺ CK ജസ്ന, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ KD മഞ്ജുഷ, CDPO K അനിത, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ AK രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. സുശീൽ ചന്ദ്രോത്ത്, T പ്രേംനാഥ്, KK ശശി, അണ്ണേരി ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അംഗം MK സുസ്മിത സ്വാഗതവും ICDS സൂപ്പർവൈസർ K പ്രജ്ന നന്ദിയും പറഞ്ഞു. ബസ് ഡ്രൈവർ കുഴഞ്ഞു വീണതിനെ തുടർന്ന് സ്റ്റോപ്പിൽ നിർത്തിയ ബസ് പുറകോട്ട് നീങ്ങിയത് സമയോചിത ഇടപെടലിലൂടെ നിയന്ത്രണത്തിലാക്കിയ കണ്ടക്ടറെ അനുമോദിച്ചു. തലശ്ശേരി മാട്ടറ റൂട്ടിലോടുന്ന മൂൺഷാ ബസിലെ കണ്ടക്ടർ ഉരവച്ചാൽ സ്വദേശി സായൂജിനെയാണ് മലബാർ റൈഡേഴ്സിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. തലശ്ശേരിയിൽ നിന്നും മാട്ടറയിലേക്ക് സർവീസ് നടത്തുന്ന മൂൺഷാ ബസിലെ ഡ്രൈവർ മട്ടന്നൂർ സ്വദേശി അശ്വന്താണ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും കുഴഞ്ഞു വീണത്. ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട ബസ് പിറകിലേക്ക് നീങ്ങിയതും ഉടൻ കണ്ടക്ടർ ഉരുവച്ചാൽ സ്വദേശി സായൂജിന്റെ സമയോചിത ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവാകുകയായിരുന്നു. മലബാർ റൈഡേഴ്സിന്റെ നേതൃത്വത്തിൽ കണ്ടക്ടറെ ആദരിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജീവ് ഉപഹാരം നൽകി. പ്രജിൻ ആലച്ചേരി, സുലീഷ് തില്ലങ്കേരി, ദയാൽ ബ്ലാത്തൂർ, ജോമി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇരട്ടി പ്രഗതി കരിയർ ഗൈഡൻസിലെ വിദ്യാർത്ഥി കൂടിയാണ് സായൂജ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ തലശ്ശേരിയിലെ 3ാമത് ശാഖ ജില്ലാ കോടതിയുടെ പുതിയ കെട്ടിടത്തിൽ വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 9:30 ജില്ലാ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഒരു ശാഖ നമ്മുടെ ജില്ലാ കോടതി തലശ്ശേരി ബാർ കൗൺസിൽ ക്യാൻറ്റീൻ എന്ന നിലയിൽ ആരംഭിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതിലിപ്പം ജീവനക്കാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും അതിനകത്ത് പ്രവേശനവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവധി ദിവസങ്ങളിലും ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് കോടതിയും കോഫി ഹൗസിൻ്റെ ഡയറക്ടർ ബോർഡും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി അത് മാറും. ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മലബാറിലെ കോഫി ഹൗസിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ 2 സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു സൊസൈറ്റിയും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള സൊസൈറ്റി. അപ്പോൾ കാസർഗോഡ് വരെയുള്ള സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ബ്രാഞ്ച് ആരംഭിക്കുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ 3ാമത് ശാഖയാണ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജില്ലാ കോടതിയുടെ പുതിയ കെട്ടിടത്തിലാണ് ക്യാൻറ്റീൻ പ്രവർത്തിക്കുക. വ്യാഴാഴ്ച രാവിലെ 9:30 ജില്ലാ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. സംഘം പ്രസിഡന്റ് N ബാലകൃഷ്ണൻ അധ്യക്ഷനാകും. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K വിശ്വൻ ലോയേഴ്സ് ലഞ്ച് ഉദ്ഘാടനം ചെയ്യും. അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കും മാത്രമല്ല
പൊതുജനങ്ങൾക്കും കോഫി ഹൗസ് കോടതി ശാഖയിൽ പ്രവേശനമുണ്ട്. അവധി ദിനങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 മണി വരെയാണ് കോഫി ഹൗസ് പ്രവർത്തിക്കുക. പതിവ് സസ്യഭക്ഷണവും പുറമെ മീൻ വിഭവങ്ങളടക്കമുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും ഇവിടെ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മിതമായ നിരക്കിൽ മായവും കലർപ്പുമില്ലാത്ത ഭക്ഷണം പൊതുജനങ്ങൾക്ക് നൽകുക എന്നതാണ്. പുതിയ കാലത്ത് വ്യത്യസ്തമായ രുചിഭേദങ്ങളോടെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുകയും അതിനകത്ത് കലർത്തിയിട്ടുള്ള രാസവസ്തുക്കളുടെ ഫലമായി മാരകമായ രോഗങ്ങൾക്ക് അടിപ്പെട്ട് ജനങ്ങൾ പ്രയാസപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ജനങ്ങൾക്ക് വിശ്വസിച്ച് കടന്നു ചെല്ലാൻ കഴിയുന്ന, സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലാണ് കോഫി ഹൗസ് പ്രവർത്തിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു ലാഭം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കുള്ള മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ സർക്കാർ പറയുന്ന നിലയിൽ നടപ്പിലാക്കണമെന്ന താല്പര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന നിലയിലാണ് നമ്മൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ ജില്ലാ ജഡ്ജി ശ്രീ KT നിസാർ അഹമ്മദാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സംഘം പ്രസിഡന്റ് എന്ന നിലയിൽ N. ബാലകൃഷ്ണനാണ് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് സംഘ സെക്രട്ടറി VK ശശിധരനാണ്. അതുപോലെ ലോയേഴ്സ് ലോഞ്ച് എന്ന നിലയിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബാർ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് K. വിശ്വനാണ്. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ കോഫി ഹൗസ് വർക്കേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് N. ബാലകൃഷ്ണൻ, സംഘം സെക്രട്ടറി VK ശശിധരൻ, ഡയറക്ടർമാരായ TV പ്രശാന്തൻ, രശ്മി മാക്കൂൽ, CV അനിൽകുമാർ, KT അജയൻ എന്നിവർ സംബന്ധിച്ചു. പാനൂർ നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുശ്ശേരി പള്ളിമുക്കിൽ നിർമ്മിച്ച കരിയാട് മത്സ്യ മാർക്കറ്റ് ആൻഡ് ടോയ്ലറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. 22 ലക്ഷം രൂപ ചെലവിലാണ് കരിയാട് മത്സ്യ മാർക്കറ്റും ടോയ്ലറ്റും സജ്ജീകരിച്ചത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ശുചിത്വം പരമപ്രധാനമായ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത്. മത്സ്യ മാർക്കറ്റുകളോടൊപ്പം ടോയ്ലറ്റും കൂടി ഇതിനകത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും ശുചിത്വം പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സംവിധാനം. വൃത്തിയും വെടിപ്പും മത്സ്യ മാർക്കറ്റുമായി ദൈനംദിന ജനങ്ങൾ ബന്ധപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന വിശ്വാസ്യതയും കാത്ത് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ സംവിധാനത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ പരിസരത്തുള്ള ആളുകളുടെ ശ്രദ്ധയും അക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിന്റെ ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട് 1.5 ലക്ഷം രൂപ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കുഴൽക്കിണർ, അതുമായി ബന്ധപ്പെട്ട ഫണ്ടും ഈ ഒരു സംവിധാനത്തിന് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലർ NA കരീം അധ്യക്ഷനായി. നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ബഹുമാന്യനായ നമ്മുടെയൊക്കെ പ്രിയങ്കരായ കോടിയേരി ഈ പ്രദേശത്ത് ബാലകൃഷ്ണൻ ഇവിടെ ഒരു ചെറിയ ഒരു മാർക്കറ്റ് പഞ്ചായത്തുള്ള സമയത്ത് ഉദ്ഘാടനം ചെയ്തു. വളരെ കാലങ്ങൾക്ക് ആ മത്സ്യ മാർക്കറ്റ് കുറച്ചു കാലം അങ്ങനെയൊക്കെ നടന്ന് അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് ഒഴിച്ചു മാറ്റിക്കൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി മുനിസിപ്പാലിറ്റി മുന്നോട്ട് വന്നത്. 22 ലക്ഷം രൂപ അടങ്കൽ തുക വെച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞത്. നമുക്ക് ഇനി ജനങ്ങൾക്ക് മത്സ്യം വാങ്ങാൻ ഇവിടെ ഒരു മാർക്കറ്റ് വരും. ജനങ്ങൾക്ക് മത്സ്യം വാങ്ങാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തും മുനിസിപ്പാലിറ്റി. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നിവിടെ വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ ടോയ്ലറ്റ് ഈ പള്ളിമുക്കിൽ ആർക്കെങ്കിലും ഒരു മൂത്രമില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജേഷ് മാസ്റ്റർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷിക ജുംന ടീച്ചർ, കൗൺസിലർമാരായ ആവോലം ബഷീർ, KK മിനി, അൻവർ കക്കാട്ട്, മുൻ നഗരസഭാ ചെയർമാൻ V നാസർ മാസ്റ്റർ, TH നാരായണൻ, ചന്ദ്രൻ മാസ്റ്റർ, P പ്രഭാകരൻ മാസ്റ്റർ, PK രാജൻ, കോൺട്രാക്ടർ ബിജു, K രാധാകൃഷ്ണൻ, രാകേഷ് പാറക്കെട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ KC ഹസീന സ്വാഗതം പറഞ്ഞു. ഒരിടവേള കൂടി. PK in store, Chokli Mahi.
The biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. ചിറ്റാരിപ്പറമ്പ് പൂവത്തിൻ കീഴിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കായി ഭക്ഷണ വിശ്രമ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ടെമ്പിൾ കോർഡിനേഷൻ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും IRPCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. ടെമ്പിൾ കോർഡിനേഷൻ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും IRPCയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിശ്രമ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിൽ കേന്ദ്രം വൈശാഖ മഹോത്സവ കാലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ജൂൺ 10 മുതൽ ജൂലൈ 4 വരെയാണ് ഇത് പ്രവർത്തിക്കുക. കേന്ദ്രത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി 251 അംഗ സംഘാടക സമിതിയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഖാദി ബോർഡ് വൈസ് ചെയർമാനും IRPC ഉപദേശക സമിതി ചെയർമാനുമായ P. ജയരാജൻ ഭക്ഷണ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പഴയ കോട്ടയം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് പല സംഘങ്ങളായി ഇവിടെ വരുന്നുണ്ട്. നെയ്യമൃത സംഘം, വിളക്കുതിരി സംഘം, അങ്ങനെയുള്ള പല സംഘങ്ങളായി പല പ്രദേശങ്ങളിൽ നിന്നും ഒത്തുചേരുന്ന വിശ്വാസികളുടെ ഉത്സവമാണ് ഈ കൊട്ടിയൂരിലെ ഉത്സവം. ഒരു കേന്ദ്രമാണ് കൊട്ടിയൂരിലെ ക്ഷേത്രം. അപ്പം അവിടെ നാനാ ദിക്കുകളിൽ നിന്നെത്തുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകൽ, അത് നാനാ വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാനാണ് 2023 ഇവിടെ ഒരു ഭക്ഷണ വിശ്രമ കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് വളരെ വിജയകരമായി നടത്തുകയുണ്ടായി. മാധ്യമങ്ങളിലൊക്കെ അതും 24 മണിക്കൂറും എന്ന നിലക്ക് സേവനമനുഷ്ഠിക്കാൻ തയ്യാറായി. രാവിലത്തെ പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചഭക്ഷണമുണ്ട്. അതുപോലെ സാധ്യവർഷം തന്നെ വിജയകരമായിട്ട് നടത്തിയത്. കഴിഞ്ഞ വർഷവും അതേപോലെ നടത്തി. ഇത്തവണ 3ാം വർഷമാണ്. ആ 3ാം വർഷവും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് V. ബാലൻ അധ്യക്ഷനായി.
സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ പാറാൽ കരാത്തെ സ്കൂളിൽ നിന്ന് കരാത്തെ പരിശീലിക്കുന്ന SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാന ചടങ്ങിൽ നടന്നു. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ പാറാൽ കരാത്തെ സ്കൂളിൽ നിന്നും കരാത്തെ പരിശീലിക്കുന്ന SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബ്ലാക്ക് ബെൽറ്റ് ക്വാളിഫൈ മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാന ചടങ്ങും കേരള പോലീസിൽ SI സെലക്ഷൻ ലഭിച്ച PK ആതിരയെ അനുമോദിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. കളർ ബെൽറ്റ് പരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള ബെൽറ്റ് ദാന ചടങ്ങും നടന്നു. സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിലുള്ള വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ഉന്നത വിജയം നേടിയത് റിയ സന്തോഷ്. SSLC ഉന്നത വിജയം നേടിയ അരണ്യ പി. SSLC അടുത്തതായി വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയ ആദിശ്രീ SS. SSLC ഉന്നത വിജയം നേടിയ ജെയിംസ് C. ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും കൃത്യമായ സമയമാണ് അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ കുട്ടികളാണ് ഇവിടെ ആദരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന ഒരു സമയം. നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കും എല്ലാവർക്കും കൃത്യമായ സമയമാണ്. പക്ഷേ നിങ്ങളുടെ സമയം നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. അപ്പോൾ നമുക്കറിയാം, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് നിങ്ങൾ അതിവേഗം സഞ്ചരിക്കുന്ന ലോകത്തിലാണ്. ഉഴപ്പുണ്ടാക്കുക എളുപ്പമുഴപ്പ, പഠിക്കേണ്ടാക്കുക പഠിക്കാം. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ വിനോദ് സാർ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഒരു അസൂയ തോന്നുന്നൊരു വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പാതയിൽ നിന്ന് മാറി അദ്ദേഹം കളരിയായിരുന്നു. പക്ഷേ തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര തൻ്റെയാണ് പതിപ്പിച്ചു. താൻ എന്നുള്ള വ്യക്തി ഇന്ന് മാഹിയിലെ ഏത് സ്കൂൾ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും സാറിൻ്റെ ഒരു വിദ്യാർത്ഥിയെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അതിൻ്റെ റിസൾട്ട് പിന്നീടാണ് വരുന്നത്. ആ കുട്ടികൾ ഉന്നതങ്ങളിലേക്ക് എത്തുന്നു. ഞാനിപ്പോൾ ഒരു 22 വർഷമായ അധ്യാപകനായിട്ട് റോഡിലോട്ട് പോകുമ്പോൾ എൻ്റെ കുട്ടികൾ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ അതെനിക്ക് വളരെ സന്തോഷമാണ്. അത് റൻഷി EK സനിൽ അധ്യക്ഷനായി. ഡോക്ടർ ഷെഫീഖ് M. പ്രിംന, സെൻസായി ജിയോൺ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സംബായ് അവന്തിക ഉമേഷ് സ്വാഗതവും സംബായ് ശിഖ നന്ദിയും പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ടെമ്പിൾ ഗേറ്റ് സ്പോർട്ടിംഗ് അറീന ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. സത്യൻ ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ ഗൗരവ് ജിതേഷ്, കീർത്തന മനോജ്, സനിക സുർജിത്ത് എന്നിവരെ കേശവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. സത്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വായനയിൽ നമ്മൾ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് അകലുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. നമ്മൾക്ക് ആരുമില്ലാത്ത ശൂന്യതയാണ് യഥാർത്ഥത്തിൽ വായിക്കാത്തൊരു മനുഷ്യൻ്റെ അവസാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് വായിച്ച് വളരണം എന്നുള്ളത് തന്നെയാണ്. വായിച്ചാൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുള്ളൂ. ഈ നാട്ടിൽ എന്തെങ്കിലും പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിച്ചതിൻ്റെ ഒരു ലക്ഷണം കൂടി. ലൈബ്രറി പ്രസിഡന്റ് KP മുരളീധരൻ അധ്യക്ഷനായി. KC അജിത് കുമാർ, KP ജയാനന്ദൻ, K. മണി, P. രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തലശ്ശേരി കൊടുവള്ളി മണക്ക ദ്വീപ് പ്രദേശത്ത് കരയിടിച്ചിൽ രൂക്ഷം. ജനങ്ങൾ ആശങ്കയിൽ. ചൊക്ലി പള്ളിക്കുനിയിൽ MDMAയും കഞ്ചാവുമായി 3 യുവാക്കൾ പിടിയിൽ. പിടിയിലായത് അഴിയൂർ, ചൊക്ലി, ന്യൂമാഹി സ്വദേശികൾ. വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സുഭിക്ഷ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത് പെരിങ്ങത്തൂരിലും തലശ്ശേരിയിലുമുള്ള സുഭിക്ഷ ഹോട്ടലുകൾ. ഇന്ത്യൻ കോഫി ഹൌസിന്റെ തലശ്ശേരിയിലെ 3ാമത്തെ ശാഖ ജില്ലാ കോടതിയുടെ പുതിയ കെട്ടിടത്തിൽ വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.